കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോൾ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് എഫെസോസ് സഭയ്ക്കുള്ള ദൂതിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ജീവവൃക്ഷം, അതിൻ്റെ ഫലം. ഈ ജീവവൃക്ഷം ഒരിക്കൽ എവിടെ ഉണ്ടായിരുന്നു? ഏദേൻ തോട്ടത്തിലുണ്ടായിരുന്നു. ഏദേൻ തോട്ടത്തിൽ, പ്രത്യേക ഉൽപ്പത്തി പുസ്തകം 2-3 അധ്യായങ്ങളിൽ ഏദേൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കുമ്പോൾ അനേക വൃക്ഷങ്ങളും ഫലങ്ങളുമുണ്ട്. എന്നാൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 2 വൃക്ഷമാണ്. ഒന്ന് ജീവൻ്റെ വൃക്ഷം, 2 നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം. ദൈവം പ്രമാണം വച്ചിരുന്നു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിച്ചുപോകും. എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ ലംഘിച്ച നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ആദാം ഹവ്വ പറിച്ച് ഭക്ഷിച്ചു. ദൈവതേജസ് നഷ്ടപ്പെട്ടു, ഏദേൻ തോട്ടം നഷ്ടപ്പെട്ടു, ശപിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ ഏദേൻ തോട്ടത്തിൽ ജീവൻ്റെ വൃക്ഷവും ഫലവുമുണ്ട്. അത് മനുഷ്യന് വേണ്ടി തന്നെ ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ ദൈവം മനുഷ്യന് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും മനുഷ്യന് കൊടുക്കും. എന്നാൽ അതിന് കാത്തു നിൽപ്പാൻ മനുഷ്യന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് അവൻ ദൈവത്തിൻ്റെ വാക്കുകളെ ലംഘിച്ചു. അനുസരിക്കേണ്ടവൻ അനുസരണക്കേട് കാണിച്ചു, വിശ്വസിക്കേണ്ടവൻ അവിശ്വസ്തത കാണിച്ചു. കർത്താവിനെ, ദൈവത്തെ വേണ്ടവണ്ണം വിശ്വസിച്ചില്ല. പിശാചിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു, പിശാചിനെ അനുസരിച്ചു. ദൈവത്തെ വിശ്വസിക്കേണ്ടവൻ, ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കേണ്ട മനുഷ്യൻ പിശാചിനെയും അവൻ്റെ വാക്കുകളെയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ ജീവവൃക്ഷം, അതിൻ്റെ ഫലം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രകാരം നമ്മൾ കാണുവാൻ കഴിയുന്നു, മനുഷ്യൻ കരനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും പറിച്ച് ഭക്ഷിച്ച് നമ്മിൽ ഒരുവനെ പോലെ ആകാതിരിപ്പാൻ, ദൈവത്തെ പോലെ മരണമില്ലാത്തവനായി ജീവിക്കാതിരിക്കുവാൻ ഏദേൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെ ഹവ്വയും പുറത്ത് കളഞ്ഞു. അപ്പോൾ ഏദനിൽ വച്ച് ലഭിക്കേണ്ടത് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ മനുഷ്യന് നഷ്ടങ്ങളുടെ തുടക്കം ഏദനിൽ ആരംഭിച്ചു. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പലതും നഷ്ടപ്പെട്ടു പോവുകയാണ്. ചിലപ്പോൾ വസ്തുക്കളായിരിക്കാം, പണമായിരിക്കാം. ആത്മീയ ജീവിതത്തിൽ ചിലപ്പോൾ ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അപ്പോൾ ഏദേൻ തോട്ടം നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള ആഴമായ ബന്ധം നഷ്ടപ്പെട്ടു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു, ദൈവമായിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഒരു ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു. നിത്യം മരണമില്ലാത്തവരെ ജീവിക്കുവാൻ ദൈവം ഒരുക്കിയിരുന്ന ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരിക്കൽ ഏദനിലുണ്ടായിരുന്നു. എന്നാൽ ഏദനിൽ നിന്ന് ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എവിടേക്ക് മാറ്റപ്പെട്ടു? ജീവവൃക്ഷം എവിടേക്ക് മാറ്റപ്പെട്ടു? യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 16-ാം വാക്യം: ഏദനിലെ സകല വൃക്ഷവും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു.
നോഹയുടെ ജലപ്രളയം അതിനുശേഷമൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഏദനിലെ സകല വൃക്ഷവും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പോൾ ജീവൻ്റെ വൃക്ഷം എവിടെയുണ്ട് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അത് ഫലം കൊടുക്കുന്നു. അപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ജീവൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം പുത്തൻ യെരൂശലേം പട്ടണത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയുടെ ഇരുകരയിലും അതുണ്ട്. അതിൻ്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നു. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അത് ഫലം കൊടുക്കുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജീവൻ്റെ വൃക്ഷത്തിന്മേൽ ഒരു ദൈവ പൈതലിന് അധികാരം ഉണ്ടാകണം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം, ജീവവൃക്ഷത്തിന്മേൽ അധികാരം ഉണ്ടാകണം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അധികാരം ഒരിക്കൽ മനുഷ്യനുണ്ടായിരുന്നു, ആദാമിന് ഹവ്വയ്ക്കും. പക്ഷേ അധികാരം അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവ് തന്നിരിക്കുന്ന അവകാശങ്ങൾ, അധികാരങ്ങൾ, പദവികൾ ദൈവവേദനയെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഏശാവ് ഇസഹാക്കിൻ്റെ ആദ്യ പുത്രനാണ്, മകനാണ്. അനുജനായിരിക്കുന്ന യാക്കോബ് ഉണ്ടാക്കിയ പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠ അവകാശം അനുജന് വിറ്റുകളഞ്ഞു. അതവന് നഷ്ടമായിരുന്നു. തൻ്റെ ജ്യേഷ്ഠ അവകാശത്തിൻ്റെ മഹത്വം വേണ്ടവണ്ണം മനസ്സിലാക്കാത്ത ഏശാവ് താൽക്കാലികമായ വിശപ്പടങ്ങുവാൻ തൻ്റെ മുമ്പിൽ നീട്ടിയിരുന്ന പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠ അവകാശം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിലൂടെ അപ്പൻ്റെ അനുഗ്രഹം അവന് ലഭിക്കാതെ പോയി. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങൾ, പദവികൾ, അധികാരങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നമ്മളെവിടെ ആക്കിയിരിക്കും, എങ്ങനെ ആക്കിയിരിക്കും, എന്തെല്ലാം തന്നിരിക്കും, എന്തെല്ലാം അവകാശങ്ങൾ ദൈവം നൽകിയിരിക്കുന്നു, അതൊന്നും ലോകത്തിൻ്റെ താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടി നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമായി തീരും. അപ്പോൾ ഒരിക്കൽ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി. എന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അധികാരമുണ്ടാകണം. കാരണം ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ പ്രത്യേകത ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജീവൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ള ഒരു ദൈവം ഇതിലാണ്. ജീവവൃക്ഷ ഫലത്തിന്മേൽ നിനക്ക് അധികാരമുണ്ട്. ജീവൻ്റെ ജലനദി വേണ്ടുവോളം കോരി കുടിക്കും. ജീവകിരീടം ലഭ്യമായിത്തീരും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭവനത്തിലെ ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ് കർത്താവെ ജീവിക്കുവാൻ എന്നെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സദൃശവാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ കാണുന്നു. 3:18 ജ്ഞാനവും വിവേകവും പിടിച്ചു കൊള്ളുന്നവന് അത് ജീവവൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം, വിവേകം, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ ജ്ഞാനിയായി തീരുവാൻ കാരണം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എന്താ നിനക്ക് വേണ്ടത്? ധനം, സ്വത്ത്, പ്രൗഢി, സൗന്ദര്യം, ശ്രേഷ്ഠത, മഹിമ, ഇതൊന്നും അവൻ പറഞ്ഞില്ല. ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം, വിവേകം അത് ദൈവം നൽകി. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം അത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നുവെങ്കിൽ, വിവേകത്തോടുകൂടി നീ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നുവെങ്കിൽ, ദൈവ പൈതലേ, അത് നിനക്ക് ജീവവൃക്ഷം എന്നാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുക ശലോമോൻ വെളിപ്പെടുത്തുന്നത്.
സദൃശവാക്യം 11:30 നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നീതിമാനായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതിഫലമെന്ന് പറയുന്നത് ജീവൻ്റെ വൃക്ഷം പ്രതിഫലമായി ലഭിക്കും എന്നുള്ളതാണ്. നിൻ്റെ ശാന്തത അല്ലെങ്കിൽ നാവിൻ്റെ ശാന്തത ജീവവൃക്ഷമെന്ന് സദൃശവാക്യം 15:4 കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ നാവ് യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ നമ്മൾ കാണുന്നത് ദോഷകരമാണ്, വലിയ കാട് കത്തിക്കുന്നതാണ്. എന്നാൽ ആ നാവ് ശാന്തതയോടുകൂടി ആരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നാവിലൂടെ പുറപ്പെടാതെ ദൈവം ആഗ്രഹിക്കുന്ന ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകളാൽ നമ്മുടെ നാവിനെ നിറയ്ക്കുന്നുവെങ്കിൽ അത് ശാന്തതയോടെ ഇടപെടും. അത് ജീവവൃക്ഷമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരിക്കൽ ഏദേൻ തോട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് ഭൂമിയുടെ പരപ്പിൽ അതില്ല. എന്നാൽ പുത്തൻ യെരൂശലേം പട്ടണത്തിൽ നിത്യഭവനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുകയാണ്. ഇത് ജയിക്കുന്ന ഒരു ദൈവം ഇതിന് ലഭ്യമാണ്. ജയിക്കണം, ജയിക്കാതെ ഇത് ലഭ്യമായി തീരുകയില്ല. ജയിക്കണം. എന്തിനു ജയിക്കണം? ഈ ലോകത്തെ ജയിക്കണം. ലോകത്തെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നമുക്ക് ലഭ്യമായി തീരുകയുള്ളൂ. അപ്പോൾ എന്തിനെയാണ് ജയിക്കേണ്ടത്? ഏതിനെയാണ് ജയിക്കേണ്ടത്? 1 യോഹന്നാൻ 5:4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പോൾ ലോകത്തെ ജയിക്കണം. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ ജയിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ, തുടർന്ന് കർത്താവിൻ്റെ പ്രമാണിച്ച് ജീവിക്കുന്നതിലൂടെ ഓരോ നിമിഷവും പിശാചിനെ ജയിച്ച് മുന്നേറുന്ന ഒരു ദൈവത്തിലായിരിക്കണം. പിശാച് നമ്മുടെ മേൽ ജയമെടുക്കരുത്. പിശാചിൻ്റെ കരത്തിലൊരു ഇണങ്ങിയ ആയുധമായിട്ടല്ല, പിശാചിൻ്റെ തലയെ തകർത്ത കർത്താവിൻ്റെ കരത്തിലൊരു ഇണങ്ങിയ ആയുധമായി നാം മാറ്റപ്പെടണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ലോകത്തെ ജയിക്കുക എന്ന് പറയുക പിശാചിനെ ജയിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്കത് സാധ്യമായി തീരും. ഈ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആരിലുള്ള വിശ്വാസം? ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം. കർത്താവിലുള്ള ആഴമായ വിശ്വാസത്തിൽ വേരൂന്നി തഴച്ച് വളരുന്ന, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായി തീരുവാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തെയും പിശാചിനെയും ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ? ഈ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം പ്രകാരം പറയും: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആരാണ് ലോകത്തെ ജയിച്ചത്? ക്രിസ്തുവാണ്. ക്രിസ്തു ജയിച്ചു. ക്രിസ്തു ലോകത്തെ ജയിച്ചുവെങ്കിൽ, പിശാചിനെ ജയിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രിയ മക്കളായിരിക്കുന്ന നാമും ഈ ലോകത്തെ ജയിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്നു ചേരും. അന്ന് കർത്താവ് ആദാമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നൽകും. ജയിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ നമ്മളെ തന്നെ വിനയപ്പെടുത്താം, താഴ്ത്താം, ഏൽപ്പിച്ചു കൊടുക്കാം. തോറ്റ് പരാജയപ്പെട്ട് തല താഴ്ത്തി കർത്താവിന് മുമ്പിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ജയിച്ച ജയവീരന്മാരോട് കൂടെ നിൽപ്പാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കട്ടെ. ജയിക്കുന്നവന് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് പറയുന്നു: ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവപർദീസയിൽ ഒരു നാൾ കർത്താവിനെ മുഖാമുഖം കണ്ട് അവനോട് ചേർന്ന് അവനൊരുക്കിയിരിക്കുന്ന പ്രതിഫലം പ്രാപിച്ച് യുഗങ്ങളോളം കർത്താവിനോട് വാഴുവാൻ, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, അത് പ്രാപിച്ചെടുക്കാം. എൻ്റെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജയിക്കുന്നവന് പ്രതിഫലമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.